ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു കിഡിൽ ആൻഡ് ഫ്രൂട്ട് സലാഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി ഒരു കുഴപ്പമില്ലാണ്ട് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും യൂസ് ചെയ്യാണ്ട് നമുക്ക് കുട്ടികൾക്ക് ഒരു പേടിയും കൂടാതെ കൊടുക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് ഒട്ടും വെറുപ്പിക്കാണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ കുറച്ച് മാതളം, കുറച്ച് ചെറി, പിന്നെ കുറച്ച് മുന്തിരിയും ഒരു ആപ്പിളുമാണ് എടുത്തേക്കുന്നത്. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ ഇഷ്ടാനുസരണം എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ മെഷറിംഗ് കപ്പിലാണ് അളന്നൊഴിക്കുന്നത്. നിങ്ങൾക്ക് സാധാരണ നമ്മൾ വീട്ടിൽ ചായ കുടിക്കുന്ന ചെറിയ ഗ്ലാസ്സിൽ അപ്പം അതിൽ അളന്നൊഴുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തികച്ച് തന്നെ ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് പഞ്ചസാര കാണിച്ചിട്ടില്ല, പക്ഷെ 1/2 കപ്പ് തികച്ച് തന്നെ ഇടുന്നുണ്ട്. പിന്നീട് ഞാൻ മധുരത്തിന് കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് 1/2 കപ്പ് തികച്ചിടാം. ഒരുപാട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 കപ്പിനേക്കാളും കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് മിക്സ് ആക്കുക. ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞു തോന്നുമ്പോൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് അരിച്ചൊഴിച്ചെടുക്കണം. നമുക്ക് അരിച്ച് വേണമെങ്കിൽ അരിക്കാണ്ട് ഒഴിക്കാം കേട്ടോ. ഇതിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കും. കുറുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാടിട്ട് കുറുക്കരുത്. നമുക്ക് ആ കസ്റ്റാർഡ് പൗഡർ ഒന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് നമ്മുടെ പാല് കുറുകി വന്നാൽ മാത്രം മതി. തണുത്ത് വരുമ്പോഴേക്കും കറക്റ്റ് നമ്മുടെ കൺസിസ്റ്റൻസി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അടിക്ക് പിടിക്കാണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഫ്ലെയിം നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമും ഇങ്ങനെ മാറ്റിയിട്ട് ഇതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് തിക്കാവാൻ വേണ്ടി നിൽക്കണ്ട, ഇച്ചിരി ഒന്ന് കുക്കായി നമുക്ക് കിട്ടിയാലും മതി. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, അപ്പോൾ 10 മിനിറ്റ് എടുക്കും. നമ്മൾ മീഡിയം ഫ്ലെയിമൊക്കെ മാറ്റിയിടുന്നത് 5 മിനിറ്റ് കൊണ്ട് തയ്യാറായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഉള്ളവർക്ക് അത് ഒഴിച്ചെടുക്കാം. ഞാനിവിടെ മിൽക്ക് എസൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു പാലിൻ്റെയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് കഴിച്ചിട്ട്. അപ്പോൾ ഇതിനൊന്ന് മിക്സ് ആക്കുക എല്ലായിടത്തേക്കും. അപ്പൊ ഇതിന് ആ ഒരു മിൽക്ക് എസൻസിന്റെ ഒരു പ്രത്യേക സ്മെല്ലും കൂടെ ഉണ്ട്, ആ ഒരു ഫ്ലേവറും കൂടി ഇതിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പഞ്ചസാര കുറവായിട്ട് 3 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനെയും കൂടെ ഒന്ന് 3-4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ ഒന്ന് മിക്സ് ആക്കുക. അപ്പൊ തികച്ച് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര തന്നെ വേണമെങ്കിൽ ഒരു കറക്റ്റ് ഒരു മധുരം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതും കൂടെ ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടോ, ഈ ഒരു ഇച്ചിരി ഒന്ന് തിക്കായാൽ മതി, ഒരുപാട് തിക്കാവുണ്ട്, ഒന്ന് തിക്കായി തുടങ്ങിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഫാനിന്റെ മൂട്ടിൽ വെച്ച് ഇതിങ്ങനെ ഇളക്കിയിട്ട് തണുപ്പിച്ചെടുക്കുക. ഇല്ലെങ്കിൽ പാട കെട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പാട കെട്ടാണ്ടിരിക്കാനാണ് നമ്മൾ ഫാനിന്റെ മൂട്ടിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്ത് തണുപ്പിച്ചെടുക്കുന്നത്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഞാൻ നല്ല തണുപ്പിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം തണുത്തപ്പോൾ തന്നെ നല്ലൊരു കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ തന്നെ വേണമെന്നില്ല കേട്ടോ, പക്ഷെ മാതളവും മുന്തിരി നമുക്ക് ഈ മുന്തിരിനേക്കാളും പച്ച മുന്തിരിയോ അല്ലെങ്കിൽ ജ്യൂസ് മുന്തിരി അല്ലാത്ത മുന്തിരി എടുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റാണ്. കുരു ഇല്ലാത്ത മുന്തിരിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ടേസ്റ്റ് കിട്ടാനാണ് ചെറിയ ചേർക്കുന്നത്. ചെറിയൊക്കെ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. മാതളവും ആപ്പിളും ചേർക്കുന്നത് ഏറ്റവും ടേസ്റ്റാണ്. എപ്പോഴും നമ്മൾ ഫ്രൂട്ട് സലാഡ് എടുക്കുമ്പോൾ ആപ്പിൾ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും മസ്റ്റായിട്ട് ചേർക്കാം. ഇതിന് നന്നായിട്ട് എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ആപ്പിൾ എന്തിനാണ് വെള്ളത്തിൽ മുറിച്ചിട്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, കറുത്ത് പോകാണ്ടിരിക്കാനാണ്. ഒരുപാട് സമയം നമ്മൾ പുറത്ത് വെച്ചേക്കുമ്പോൾ ആപ്പിൾ കറുത്ത് പോകാണ്ടിരിക്കാനാണ് നമ്മൾ വെള്ളത്തിൽ മുറിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഞാനിവിടെ 2 ബൗൾ എടുക്കുന്നുണ്ട്, അതിലേക്കാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. ഒരു കുഞ്ഞു ബൗളും ഒരു വലിയ ബൗളും. ഇതിലേക്ക് നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ കസ്റ്റാർഡ് പൗഡർ ഒരു ഓറഞ്ച് ഷെയ്ഡുള്ളൊരു കസ്റ്റാർഡ് പൗഡർ ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഇത് ഈ ഒരു കളറിൽ കിട്ടുന്നത്. ഇതിലിപ്പം ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഇച്ചിരി ഒരു മഞ്ഞ കളർ തോന്നുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇച്ചിരി ലൈറ്റ് ഓറഞ്ച് കളറിലാട്ടോ ഇത് കിട്ടിയത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ മഞ്ഞയാണ് കസ്റ്റാർഡ് പൗഡർ ആണെങ്കിൽ നല്ല ഡാർക്ക് യെല്ലോ കളർ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വാ,
പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ ആ മിൽക്ക് എസൻസിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് മുന്തി നിൽക്കുകയാണ്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുത്തൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.